ഗൈസ് വെൽക്കം ബാക്ക് ടു സമാസ് വ്ലോഗ്. അപ്പോൾ നമുക്കൊന്ന് പോയെന്നാലേ നമ്മുടെ പാടത്തേക്ക്. ലെറ്റ്സ് ഗോ. നമ്മുടെ പാട്ട് ട്രാക്ടറെല്ലാം ഓടിക്കൊണ്ടിരിക്കണം. എന്തിനാ ട്രാക്ടർ ഓടുന്നത് എല്ലാവർക്കും അറിയാലോ. ഇത് ചിലപ്പോൾ കാണാൻ കുറച്ച് പതിവില്ലായിരിക്കാം. കാരണം കൃഷിപ്പണി നമ്മുടെ നാട്ടിൽ കേരളത്തിൽ വളരെയധികം കുറവാണ്. മറ്റു നാട്ടുകൾ മറ്റു നാട്ടുകളിൽ നിന്നാണ് ഇത് കൊണ്ടുവരുന്നത് അല്ലേ. പണ്ട് ഈ നിലം ഉഴുതുമറിക്കാൻ വേണ്ടിയേ നമ്മൾ കലപ്പയാണ് ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ കലപ്പ ഉപയോഗിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? നമ്മുടെ സയൻറ്റിസ്റ്റുകളുടെ കണ്ടെത്തുകൾ കാരണം നമ്മൾ ട്രാക്ടറാണ് ഉപയോഗിക്കുന്നത്. ട്രാക്ടറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ റോട്ടിൽ കൂടി ഓടുമ്പോൾ വേറെ ടയറും, പക്ഷേ മണ്ണിലൂടെ ഓടുമ്പോൾ മണ്ണ് ഉഴുതുമറിക്കാൻ പ്രത്യേകമാക്കിയ ഒരു വണ്ടിയും. അപ്പോൾ ഇങ്ങനെ കളച്ച് മറിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ട്രാക്ടറിന് അടുത്തതായി വണ്ടി പോകാനുള്ള വഴിയാണിത്. ട്രാക്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉഴുതുമറിക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് ഉഴുതുമറിച്ച് മണ്ണൊക്കെ നന്നായിട്ടും ഉഴുതുമറിയുള്ള ഇടക്കിടക്ക് നോക്കി ഇതേ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മൾ ഡ്രൈവർ കണ്ടില്ലേ ആ മണ്ണ് ഉഴുതുമറിയുന്നത്. അങ്ങനെയാണ് മണ്ണ് ഉഴുതുമറിക്കുന്നത്. അപ്പോൾ നമ്മുടെ അപ്പ അവിടെ കളച്ചുകൊണ്ടിരിക്കുകയാണ്. ട്രാക്ടറിന് അടുത്ത് പോകാനുള്ള വഴിയുണ്ട്. അപ്പോൾ നമ്മൾ അംസക്കുട്ടിയാക്കും നമ്മുടെ സ്ഥിരം സ്റ്റാഫായ ബംഗാളിയും കൂടിയാണ് അവിടെ വരമ്പ് റെഡിയാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പം അടുത്ത് പോയാലേ വഴി ഇവിടെ റെഡിയാക്കിക്കൊണ്ട് കുത്തിരിക്കുകയാണ്. നമ്മൾ ബംഗാളി വല്ല കച്ചറ ഉണ്ടോ നോക്കി തരാണ്. കുട്ടികളവിടെ മീൻ വല്ലതും കിട്ടുമോ എന്ന് ആലോചിക്കണം കേട്ടോ. ഉച്ചവരെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഉച്ചയായ കഴിഞ്ഞപ്പോൾ ഞാൻ പുറത്ത് പോയി. അപ്പോൾ അവിടെ ഞാറ് നടന്നെല്ലാം കണ്ടത്. അംസുട്ടിയൊക്കെ അവിടുത്തെ വരമ്പ് റെഡിയാക്കി ഇപ്പുറത്തേക്ക് പോകാനാണ്. അപ്പോൾ നമ്മുടെ ട്രാക്ടർ മൂന്നാമത്തെ ചുറ്റിയുടെ കൈയുണ്ട്. കണ്ടില്ലേ ഞാറ് നടന്ന്. കാണാത്തവരുണ്ടെങ്കിൽ നേരെ കണ്ടോളൂ. ട്രാക്ടർ നമ്മൾ ദൂരെ പോകുന്നതുകൊണ്ടാണ് ഈ ദൂരം. ഈ ട്രാക്ടറിൻ്റെ പ്രത്യേകതകൾ ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾക്കുള്ള ട്വിസ്റ്റാണ്. ഒരു ബംഗാളി വീട് തുറന്ന് പിന്നെ ബാക്ക് കൂടി വെള്ളപ്പൊടി ഇട്ട് പോയിരുന്നില്ലേ, അത് എന്താണെന്നാണ് നിങ്ങൾ പറയേണ്ടത്. ഇതാ നമ്മൾ അംസിഡേക്കും ഇപ്പാനെ സഹായിക്കാൻ വേണ്ടി ട്രാക്ടർ പോകാൻ റെഡിയാക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളാരും കണ്ടിട്ടുണ്ടാവില്ല മുതലാളിമാർ പണിയെടുക്കുന്നത്. മുതലാളിമാർ പണിയെടുക്കുന്നു അല്ലേ. ആ വെള്ളപ്പൊടിയാണ് നിങ്ങൾ പറയേണ്ടത്. ചിലപ്പോൾ അറിയാത്തവരുണ്ടാവും, അറിയുന്നവരുണ്ടാവും. അറിയാത്തവർ കമൻറ്റ് ചെയ്യുക, അറിയുന്നവർ കമൻറ്റ് ചെയ്യുക, അറിയാത്തവർക്ക് അറിയില്ല എന്ന് പറയുക. ഞാൻ ഉത്തരം പറഞ്ഞു തരാം. നമ്മുടെ ബംഗാളി ഇപ്പോൾ പണിയെടുക്കണം കണ്ടിട്ട് വരികയാണ്. അവിടെ വല്ല പണിയുണ്ടോ നോക്കി വരിക കേട്ടോ. അടുത്ത വരമ്പ് കഴിഞ്ഞപ്പോൾ ഈ ഞാറിടുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിരുന്ന ഉത്തരം ഞാറാണ് ഇതിൻ്റെ പേര്. ഈ ഞാറിടുന്നത് എന്തിനാ വെച്ചാൽ മണ്ണുകളൊന്നും പൊന്തി വരാതിരിക്കാനാണ്. കണ്ടില്ലേ നമ്മൾ ട്രാക്ടർ അടുത്ത ചുറ്റി വരക്കുന്നത്. അപ്പോൾ ഇപ്പം അംസുകുട്ടിയാക്കും നമ്മൾ ബംഗാളിയൊക്കെ പാടാ കൂടിയാണ്ട് അവിടെ മണ്ണൊക്കെ റെഡിയാക്കി വെക്കുക കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ നമ്മളെ സ്ഥിരം സ്റ്റാഫായ ബംഗാളി വന്നു. ഞാനും കൂടണോ ചോദിച്ചു. പക്ഷെ പപ്പ പറഞ്ഞു വേണ്ട. അപ്പോൾ നമ്മളൊരു ബംഗാളി ട്രാക്ടറിൻ്റെ പിന്നാലെ ഓടുകയും ഒരാൾ ട്രാക്ടറിൻ്റെ ഉള്ളിൽ വെള്ളം കുടിക്കുന്നു. നോക്ക് ഡ്രൈവറിൻ്റെ ബുദ്ധി. ഇത് കാണാനായിട്ട് നമ്മൾ സിദ്ധിക്കാക്കും നമ്മളെ കുറച്ച് നാട്ടിലത്തെ കുട്ടികളും വന്നിട്ടുണ്ടോ. അങ്ങനെയാണ് ഞാറ് നടന്നത്. നോക്കൂ എല്ലാവരും അവിടെ കൂടി നിന്നുകൊണ്ട് ഞാറ് നടന്നു. ഇത് കടത്തനാട്ട് മാധവിയമ്മ എഴുതിയിട്ടുണ്ട് ഗ്രാമശ്രീകൾ എന്ന കവിതകൾ. എവർക്കും അത് കേട്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കേട്ടു നോക്കാം. നമ്മളെ ട്രാക്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉഴുതുമറിക്കുന്നു. ഈ ട്രാക്ടർ വരുന്ന സമയത്ത് ഞങ്ങളുടെ ആഹ്ലാദമാണ്. ആ സമയത്ത് അവിടെ വെള്ളവും മീനുകളും ഉണ്ടായതുകൊണ്ട് പപ്പ പിടിച്ചു തരും. ഞാൻ ബക്കറ്റിലേക്ക് പിടിച്ച് നിൽക്കും. അപ്പോൾ നമ്മൾ അടുത്ത ബംഗാളികളൊക്കെ വെള്ളം കുടിച്ചാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ മേത്തുകൂടി മൊത്തം ഞാറായി നിൽക്കുന്നു പാവം. അപ്പോൾ ഇപ്പം അംസുകൂട്ടിയാക്കും ബംഗാളികളൊക്കെ പറഞ്ഞ് തമാശയും പറഞ്ഞ് ഇരിക്കുകയാണ്. ട്രാക്ടർ പോകുന്ന സമയത്ത് 5 മിനിറ്റ് ബ്രേക്കാണ്. അപ്പോൾ ബ്രേക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിട്ടോ. അപ്പോൾ നോക്കൂ അവിടെയാണ് അവരുടെ ബാഗൊക്കെ വെച്ചിരിക്കണത്. ഒരു ഡ്രൈവർ നോക്കൂ കൈയൊക്കെ വിട്ട് നോട്ടുന്നു. അപ്പോൾ ബ്രേക്കിൽ എല്ലാവരും ഇരിക്കുന്നു. നോക്ക് എല്ലാവരും കുഴങ്ങി. ഞങ്ങൾ ഇരിക്കുന്നത് കുളത്തിൻ്റെ വക്കത്താണ്. കുറച്ച് സുഖം നല്ല കാറ്റും ഇതൊക്കെ കൊണ്ടിരിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ ഇപ്പോൾ വീണ്ടും പണിക്കുറങ്ങി. അപ്പോൾ ഇങ്ങനെ അടുത്ത ബംഗാളികൾ വെള്ളം കുടിച്ചാൽ വന്നിട്ടുണ്ട് കേട്ടോ. ഈറ്റാളാണ് ഞാറ് നട്ടിരുന്നത്. ഇതൊക്കെ പോകാൻ സമയമായി എന്ന് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു കുളിച്ചാൻ പോട്ടെ കഴിച്ചു. അപ്പോൾ പപ്പ അനുഭവിച്ചിട്ടുണ്ടോ അവരുടെ ബാഗ് എടുത്തിട്ട് കുളിച്ചാൻ പോവാണ്. ഇപ്പോൾ നമ്മൾ ട്രാക്ടർ നല്ല ഉഴുത്തുമറിയുന്ന പരിപാടി. അവിടെ കണ്ടോ ഓരോരുത്തർ ഇറങ്ങിപ്പോകുന്നു കയറിപ്പോകുന്നു. ആ മതിലുമ്പോൾ കൂടി നിറച്ച് നിൽക്കുന്നത് എന്താ പുല്ലല്ല ഞാറാണ്. കാരണം പുല്ല് അങ്ങനെ വെക്കില്ലല്ലോ. നമ്മളൊരു ബംഗാളി സ്ഥിരം സാഫാണ്. അവിടെ നോക്കി നിൽക്കുന്നു. ട്രാക്ടർ ഉഴുതുമറിക്കുമ്പോൾ ഇങ്ങനെ പലപ്പോഴും ഇങ്ങനെ വെള്ളം വേണം.
ഇതാ നമ്മുടെ ബംഗാളികൾ കുളിക്കാൻ വേണ്ടി പോകുന്നു. ഇങ്ങനെ ട്രാക്ടർ കിട്ടുമ്പോൾ നമ്മുടെ നാട്ടിൽ ഉത്സവമാണ്. മീനുകളെ കിട്ടുമല്ലോ, മീനുകളെ പൊരിച്ച് കഴിക്കാമല്ലോ എന്ന് കരുതി എല്ലാവരും വണ്ടി വരുന്നതാണ്. ഇതേ കുട്ടികൾ അടുത്ത സ്പോട്ടിലേക്ക് പോകണം. എവിടുന്നാ മീൻ കിട്ടുക നോക്കിയുണ്ട്. നമ്മൾ ട്രാക്ടർ ബാക്കോട്ടിരിക്കുന്നു. നമുക്ക് സ്പീഡിൽ മുന്നോട്ട് വരാൻ വേണ്ടിയിരിക്കും. ദാ സ്പീഡിൽ വരുന്നു. ട്രാക്ടറിൻ്റെ സൗണ്ട് നിങ്ങളെല്ലാവരും കേട്ടല്ലോ. ട്രാക്ടറിൻ്റെ സൗണ്ട് പ്രത്യേകമായിരിക്കും. നമ്മൾ സാധാ ബൈക്കിൻ്റെയോ ബുള്ളറ്റിൻ്റെയോ കാറിൻ്റെയോ അല്ലെങ്കിൽ ജീപ്പിൻ്റെയോ ഒന്നും സൗണ്ടല്ല. ട്രാക്ടറിന് പ്രത്യേക സൗണ്ടാണ്. കുട്ടികളും എല്ലാവരും കൊയങ്ങി ഇവിടെ കുത്തിരിക്കാൻ നടത്തിയിട്ടുണ്ട് കേട്ടോ. അതാ ട്രാക്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉയ്ത് മറിച്ചുകൊണ്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ട്രാക്ടർ കൊണ്ടുമ്പോൾ നല്ല കുട്ടപ്പനായിരുന്നു പച്ച കളറിൽ. പക്ഷെ ഇതാ ഇപ്പം എന്തോ കഷ്ടം, നമ്മൾ കാപ്പി കളറായിട്ട് മാറിക്കുന്നു. നമ്മൾ ട്രാക്ടർ കടന്നിട്ട് ഒരു വഴിക്ക് നിർത്തിയിട്ട് കാണുക. അങ്ങനെ 1 മണിക്കൂർ പോകും തോന്നുന്നു. നമ്മൾ ട്രാക്ടർ റെഡിയാക്കാൻ പറ്റുമോ ട്രാക്ടറെ നോക്കുന്നുണ്ട്. പക്ഷെ പറ്റണില്ല എന്ന് തോന്നണേ. നമുക്കിതൊന്ന് കണ്ടുനോക്കാം. ട്രാക്ടർ റെഡിയാക്കാൻ പറ്റാത്തതുകൊണ്ട് സ്വയം മുതലാളിയോട് ചോദിച്ചു നോക്കുക കേട്ടോ, എന്താ ചെയ്യാ. ഇപ്പം മുതലാളി നമ്മളെ പലരോട് പറഞ്ഞു സാധനം നെട്ട് പൊട്ടിക്കുക കേട്ടോ, വേറൊന്നുമില്ല. അതാ നെട്ടിൻ്റെ ബോട്ടിലൊക്കെ എടുത്തിട്ട് വരുന്നുണ്ട് കേട്ടോ ആ ബംഗാളി. അപ്പോൾ അതാ ഞങ്ങൾ പോൾട്ട് പഠിച്ചാൻ വേണ്ടി പോവാണ്. കണ്ടില്ലേ, ഇവിടെ അടക്കം ഇനി ഉയ്ത് മറിച്ചാനുണ്ട്. അത് ഞങ്ങൾ പോയോണ്ടിരിക്കുകയാണ്. ഇതാ ഈ ടയറാണ് ബംഗാളി ട്രാക്ടറുകാർ റോട്ടിൽ കൂടി പോകുമ്പോൾ ഉപയോഗിച്ചിരുന്നത്. ഇങ്ങനത്തെ ടയർ, ഇതിൻ്റെ ഉള്ളിൽ ഞാൻ കാണിച്ചിടാം. ഒരു ട്രാക്ടറിൻ്റെ ടയറുണ്ടോ, പുറത്ത് കറുപ്പും ഉള്ളിൽ മഞ്ഞയും. ഒരു പെട്രോളോ ഡീസലോ അതെന്തോ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 2 ടയറുകൾ ഉണ്ടാവും കേട്ടോ. ഈ ടയറുകളാണ് റോട്ടിൽ നമ്മൾ പോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനം. ഇനി ഒരു കോഴിക്കോട് പോലത്തെ ഒരു കൂടാരം. ഈ കൂടാരം എന്തിനാ വെച്ചാൽ നമ്മൾ മണ്ണ് ഉയ്തു മറിക്കുന്ന യന്ത്രമില്ലേ, സയൻറ്റിസ്റ്റുകാർ കണ്ടുപിടിച്ച മണ്ണ് ഉയ്തു മറിക്കുന്ന സാധനം, ആ സാധനം വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ അതിനോടൊപ്പം ഇങ്ങനത്തെ ഒരു T ഷേപ്പ് കമ്പി ഉണ്ട് കേട്ടോ. ഇതിൻ്റെ പേര് എനിക്കറിയില്ല, അതുകൊണ്ടാണ് T ഷേപ്പ് കമ്പി എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതാ ഒരു കോഴിക്കോട് പോലത്തെ സ്ഥലം. ഇതിൽ 2 കുളങ്ങൾ നിങ്ങൾ കാണുന്നില്ലേ, ഒരു കുളം എന്താ, ഒരു കുളം അപ്പുറത്തും. അപ്പോൾ ഈ ഓരോ കുളത്തിലും ഓരോ മണ്ണ് ഉയ്തു മറിക്കുന്ന സാധനങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ ഞാനും ഇപ്പോൾ ഈ വണ്ടിയെ പോകാം. ഞങ്ങൾ സ്കൂട്ടിമേ വന്നിട്ടുള്ളൂ കേട്ടോ. സ്കൂട്ടിമേ പോവാം കേട്ടോ. നമ്മൾ ഇനി കൊടും കാട്ടുകൂടിയാണ് പോകുന്നത്. ഈ കാട്ടിലൂടെ പോകുമ്പോൾ ഇച്ചിരി പുലി വരുമോ എന്നൊരു പേടി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പോകുന്നതിൻ്റെ ഇടയ്ക്ക് വണ്ടി അവിടെ നിന്ന് ജാമായി കളഞ്ഞു. നമ്മളെ വണ്ടിയല്ല, ഒരു ജീപ്പ്. അപ്പോൾ ചെറിയ റോഡായതുകൊണ്ടും ഞങ്ങൾ ഫോൺ വീഡിയോ എടുക്കാൻ മറന്നുപോയി. കാരണം വെച്ചാൽ അതിൻ്റെ ഇടയിൽ കൂടി കൈയിട്ടാൽ ചിലപ്പോൾ കയ്യിനെ മുറിഞ്ഞു, അങ്ങനെ രീതിയിലേക്കാരം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടി കുത്തിത്തിരക്കി പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഇറക്കത്തിലാട്ടോ വണ്ടി ജാമായി കിടക്കുന്നത്. ഞാൻ കാണിച്ചിടാം. ഇതാ ഒരു ഓട്ടോറിക്ഷ ഇതാ കണ്ടല്ലോ, ഇതാണ് വണ്ടി ജാമായി കിടന്നത്. ഇതിൻ്റെ ഉള്ളിൽ കൂടി പോകുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല, അതാണ് ഞാൻ പറഞ്ഞത് എടുത്തിട്ടില്ല. കാരണം ഇതിൻ്റെ ഉള്ളിൽ കൂടി ചെറിയ സ്പേസും പിന്നെ സ്കൂട്ടി ആയതുകൊണ്ട് മാത്രമേ കൂടി പോകാൻ പറ്റുള്ളൂ. വല്ല കാറോ ജീപ്പോ വന്നതിൻ്റെ ഇടയിൽ കൂടി ഉറപ്പായിട്ടും ഷുവറായിട്ടും പോകാൻ പറ്റില്ല. കാരണം കാറിനോ ജീപ്പിനുള്ള ആകെ ഒറ്റ സ്ഥലമുള്ളൂ. ആ സ്ഥലത്ത് കൂടിയാണ് ഈ വണ്ടിയുടെ ജാമായി കിടക്കുന്നത്. പക്ഷേ എന്തോ നിർഭാഗ്യവശാൽ ഞാൻ വീഡിയോ എടുത്തു. അപ്പോൾ ചോദിച്ചു എന്താ അവിടെ കുളുങ്ങി കിടക്കുന്നത് ചോദിച്ചു. അപ്പോൾ വണ്ടീൻ്റെ ബാക്കിലത്തെ സാധനം പൊട്ടിക്കാറുണ്ട്. ഇത് നമ്മളെ കോഴിപ്പീടിയക്കാരൻ ഹാരിസാക്ക് പോകുന്നു. ഇതേ ഇങ്ങനെ റോഡിൽ നിറച്ച് കല്ലാണ്ടാണ് നമ്മൾ തന്നെ കുലുങ്ങി പോകുന്നുണ്ട്. ഇതാണ് നമ്മുടെ തങ്ങളുടെ പേരാ, നമ്മളെ കാര്യാവട്ടത്തുള്ള തങ്ങളാണ്. അപ്പോൾ ഇതാ ഇവിടെ ഞാൻ നോക്കുമ്പോൾ ഒരു കൂട്ടം ബംഗാളിയായിരിക്കുന്നു. നോക്കൂ, ഇത് പുതിയ കണ്ടുപിടുത്താ തോന്നുന്നു. ഞാൻ 5-3 ദിവസമായി കാണുന്നു ഒരു ഗുഡ്സ് സാധനം ആളുകൾ. നോക്കൂ, ഈ നമ്മളുടെ റോഡിൻ്റെ അവസ്ഥയാണ്. ഇങ്ങനെ ഓരോ കമ്പ് കൊണ്ടുവച്ചാൽ ആരെങ്കിലും വീണാൽ തലമ തട്ടിയാൽ പിന്നെ പ്രശ്നമാവില്ലേ. പക്ഷെ നമ്മളെന്താ ഗവൺമെൻറ് നോക്കാത്തേ. ഈ വളവിലൊരു കുണ്ടുണ്ട്, ഇതൊന്ന് റെഡിയാക്കി തന്നുണ്ട്. ഈ കുണ്ടിലാണ് ഞങ്ങൾ വീണത്. ഇത് വീണവിന് എന്തേലും അവസ്ഥ, ഞങ്ങൾ അമർന്നൊന്നും വീഴാത്തൊരു പ്രശ്നമില്ല. അപ്പോൾ ഇതാ ഈ കൂടി പോയാൽ ഒരു മെയിൻ റോഡിലേക്ക് എത്തും. ആ മെയിൻ റോഡിലേക്ക് എത്തിയാൽ നമുക്ക് ചുങ്കത്തേക്ക് എത്താവുന്ന കേട്ടോ. നമ്മൾ എളുപ്പമായി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ നേരെ പോകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ കാര്യമായിട്ട് ജുമാ മസ്ജിദില്ലേ, അതിൻ്റെ അടുത്തായിട്ടാണ് ഈ വഴി പോകുന്നത്. അപ്പോൾ ഇതാ നമ്മൾ മെയിൻ റോഡിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ മെയിൻ റോഡിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇങ്ങോട്ട് ലെഫ്റ്റ് സൈഡിലേക്കാണ് തിരിയാനുള്ളത്. ലെഫ്റ്റ് സൈഡിലേക്ക് തിരിയുന്നുണ്ട്. ഇതാണ് നമ്മളെ മെയിൻ റോഡ്. ഇതിൽ കൂടെ നമ്മൾ പോയാൽ കുറച്ച് 1 കിലോമീറ്ററൊക്കെ പോയാൽ ചുങ്കത്തേക്ക് എത്താവുന്നതാണ്. നമ്മൾ ആദ്യം ഈ പീടികയ്ക്കൊന്ന് പോയി നോക്കിട്ടോ. ഈ പീടികയ്ക്ക് പോയി ഹാർഡ് വെയർ എന്ന പേരാണ് ഇതിലുള്ളത്. വലിയ പേരാണെങ്കിലും പക്ഷെ സാധനങ്ങളില്ല. അപ്പോൾ ആൾക്ക് പറഞ്ഞു നമുക്ക് അടിയത്തെ പീടിയിലുണ്ടോ. അപ്പോൾ ഇപ്പോൾ ചോദിച്ചാൽ വേണ്ടി പോവാട്ടോ. ഓരോരുത്തരും അവിടെ ഓരോ പണിയിലാണ്.
അപ്പോൾ ചോദിച്ചപ്പോൾ കാക്ക പറഞ്ഞു ഉണ്ട് പറഞ്ഞു. പക്ഷെ അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ വേറെ സ്ഥലത്തൊക്കെ പോയി തീർത്തിത്രേ. അപ്പോൾ ഈ ചെറിയ പീടിയല്ലേ, ഈ പീടിനകത്ത് പോയി ഈ കാക്കം എടുത്തരാൻ പറഞ്ഞു. അപ്പോൾ ഈ കാക്കം എടുത്തരാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ പോയിട്ട് കാക്കു തെരച്ചിലോട് തെരച്ചിലതേ വലുപ്പമില്ല ഏത് കാണാൻ. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഈ സാധനം മേടിച്ചാൽ വേണ്ടി ഞങ്ങൾ പോകുന്നത് ഈ നെറ്റ്. പക്ഷെ ഇതിനാണ് കുറച്ച് വലുത് വേണം, അത് പൊട്ടിക്കത്രേ. ഞാൻ കുറച്ച് ഡിസൈൻ കട്ട് ചെയ്താണ്. ഞങ്ങളെ കയ്യിലേക്ക് ആ സാധനം വരുന്നത് കണ്ടോ. ഈ സാധനം മേടിച്ചാൽ വേണ്ടിയിട്ട് നമ്മൾ പോയത് കേട്ടോ. ഒരു നെറ്റും പിന്നെ അതിന് മുകളിൽ 2 റിങ്ങും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പൈസ കൊടുക്കണ്ടേ. പൈസ കൊടുക്കാൻ അപ്പോൾ എനിക്ക് 50 റുപ്യ തന്നു. ഇത് 30 റുപ്യ അത്രേ. 30 ബാക്കി 50 റുപ്യ നമ്മൾ കൊടുത്തു. ഇത് കണ്ടില്ലേ, നമ്മുടെ സിറ്റി ഹോസ്പിറ്റലിലെ തിരക്കാണ് ഇമ്മാർ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ബംഗാളികൾക്ക് വേണ്ടിയിട്ട് ഒരു ചായ മേടിച്ചാൽ പോയാലോ. നമ്മൾ ചായ കുടിച്ചാൽ പോയി. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കടികൾ എന്ന പേരുണ്ട്. നമ്മളെ കയ്യിൽ ഇപ്പോൾ ഒന്നുമില്ല. നമ്മൾ ചായയും മേടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളിതാ ബംഗാളികൾക്ക് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ചായയും മേടിച്ചിട്ടുണ്ട്, നമ്മൾ കടിയൊക്കെ മേടിച്ചിട്ടുണ്ട്. നമ്മുടെ ട്രാക്ടർ ബംഗാളിൽ ഇത് അവിടെ ഇരിക്കുന്ന ഫോൺ മക്കൾ ചെയ്ത് നീച്ചാണെന്നു. ഒരു സമൂസയും ഒരു ചായ ആയിട്ട് നമ്മൾ എല്ലാവർക്കും മേടിച്ചു തന്നത്. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞ് ട്രാക്ടർ ഇറങ്ങിക്കഴിഞ്ഞ് അടുത്ത കണ്ടത്തിലേക്ക്. ഇപ്പോൾ സമയം 5:45 നമ്മൾ ട്രാക്ടർ വെച്ച സാധനങ്ങളാണ് കണ്ടോ, ഈ 2 കമ്പ്. അത് കഴിഞ്ഞ് ട്രാക്ടർക്കാരൻ്റെ പണി കഴിഞ്ഞ് പറ്റുകാരൻ പോയപ്പോൾ പപ്പയും അംശകുമാരന് വേഗം അവിടെ റെഡിയാക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ആ റെഡിയാക്കിയ നമ്മളുടെ അസലം, അതായത് പപ്പ ഇപ്പോൾ നേരം കൊണ്ട് ആ വരമ്പിൽ ഞാൻ ചവിട്ടി. അപ്പോൾ പപ്പ ആരെ ചവിട്ടി റെഡിയാക്കുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ ബംഗാളി ചെരുപ്പട കട്ട കാരണം പോയിട്ട് ചെരുപ്പൊക്കെ എടുത്ത് വന്നാണ്ട് അവിടെ റെഡിയാക്കുകയാണ്, പോയി കുളിക്കാൻ പോവാട്ടോ. അപ്പോൾ നമ്മളും കുറച്ച് പണികൾ കൂടി. അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ഓട്ടകളൊക്കെ നമ്മൾ അടച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. വാക്ക് വയൽ കിട്ടാത്തതുകൊണ്ടാണ് ഒന്ന് സ്തംഭിച്ചു പോയത് കേട്ടോ. പിന്നെ ഈ ഷാൾമാവും കരുതിയിട്ടാണ് നമ്മളൊരു കജ്ജി ഇങ്ങനെ പിടിച്ചിരുന്നത്. അഥവാ കാത്താൻ്റെ ഷാളാണ്, പിന്നെ നമുക്ക് കിട്ടും, അതുകൊണ്ടാണ് നമ്മൾ ആക്കാത്തത്. കിട്ടിയ ഷാൾ എടുത്താണ് വണ്ടിയതാണ്, പുതിയ ഷാളായത് കൂടിയാണ് നമ്മൾ എടുക്കാത്തത്, ശരിക്കും പറഞ്ഞാൽ ആക്കാത്തത്. അപ്പോൾ നമ്മൾ കാലുകൊണ്ടൊക്കെ റെഡിയാക്കി കൊടുക്കുക കേട്ടോ. ആ ഓട്ടൊക്കെ നേരെ സെറ്റായി കൊടുക്കുകയാണ്. പപ്പ എങ്ങനെയും ചെയ്യുന്നത് നോക്കിയിട്ട് ഞാൻ കുറച്ച് നേരം തിന്നു. പിന്നെ നമ്മൾ അത് ചെയ്യാൻ നോക്കുകയാണ്, ആ ഓട്ടകളൊക്കെ നടക്കാൻ നോക്കുകയാണ്. അപ്പോൾ എൻ്റെ പാൻറ് കൊടുക്കുക നിറച്ച് ബ്രൗൺ കളറായിട്ടുണ്ട് ചളി കൂടി ഇറങ്ങിയപ്പോൾ. പക്ഷെ ചളി കൂടി നമ്മൾ പ്രത്യേക വൈൽഡ് ഫീലാട്ടോ. അപ്പോൾ നമ്മളെ പപ്പയും നമ്മുടെ അംശക്കുട്ടിയൊക്കെ തകൃതിയായി വരമ്പ് റെഡിയാക്കുകയാണ്. അപ്പോൾ നമ്മൾ വരമ്പത്ത് കൂടി വരുന്ന ചെരുപ്പും കന്നാസും ഒക്കെ എടുത്ത് വരുന്ന നമ്മളെ ബംഗാളിയെ കണ്ടോ, ഇദ്ദേഹമാണ് ട്രാക്ടർ ഓടിക്കൊണ്ട് കുത്തുന്നത്. അപ്പോൾ അതേ അവിടെ വരമ്പ് റെഡിയാക്കി കണ്ടപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങിപ്പോയി. അപ്പോൾ വരമ്പ് റെഡിയാക്കി ഇപ്പോഴാണ് ചോദിച്ചത് അവിടെ ആരാ ചവിട്ടി. അപ്പം ഞാൻ പറഞ്ഞു ഞാനാ ചവിട്ടിയത്. അപ്പോൾ റെഡിയാക്കാൻ പോവാണ്. അപ്പോൾ അംശുടിയൊക്കെ ചോദിച്ചു ആരാവിടെ ചവിട്ടി. അപ്പോൾ പറഞ്ഞു അത് ബളന്നെന്ന് പറഞ്ഞു. ആ സംഭാഷണം ഇപ്പോൾ കേട്ടോണ്ടിരിക്കുന്നത്. അല്ല പാപ്പ പിന്നെ അത് റെഡിയാക്കുകയാണ് ഞാൻ ചവിട്ടിയ ഭാഗം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം കയറുകയാണ്. നമ്മളെ ബംഗാളിയൊക്കെ കയറിപ്പോവാണ്. അപ്പോൾ വീഡിയോ ഷൂട്ട് ആരാനല്ല, ഞാനവിടെ ഒരു ഗ്ലാസ്സിൽ ചായ കുടിച്ച ഗ്ലാസ്സിൽ 2 കല്ലുകൾ നിറച്ചിച്ച് അതിൻ്റെ ഇപ്പുറത്ത് ഒരു ഫോൺ സ്റ്റാൻഡിൽ വെച്ച് കേട്ടോ, ഫോൺ സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കാനായിട്ട്. അത് പപ്പ റെഡിയാക്കി നമ്മൾ ഇനി കയറാൻ പോവാണ് ഈ ചളയിൽ നിന്ന്. അപ്പോൾ അപ്പ കൈക്കോട്ടൊക്കെ മുകളിൽ കയറുക കേട്ടോ. കയറുന്ന സമയത്ത് അവിടെ നിന്ന് വിൽക്കാൻ പോയി. അപ്പോൾ ചെരുപ്പ് കുടുക്കിയതാണ്, ഞാൻ വേഗം കയറി. അപ്പോൾ നമ്മളൊക്കെ വേറെ റെഡിയാക്കി. അപ്പോൾ ഈ കാണുന്ന കുളമല്ലേ, ഈ കാണുന്ന കുളത്തിലാണ് നമ്മളിനി കാലൊക്കെ ഫ്രഷ് ആക്കി പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്തൊരു വീഡിയോ എല്ലാവർക്കും ബൈ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എങ്ങനെയുണ്ട് എന്ന് കമൻറ്റ് ചെയ്യുക, മറക്കണ്ട. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക. ബൈ.